PowerPoint slides. സോ എല്ലാ ബൈബിൾ വേഴ്സസ് സ്ലൈഡ്സ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ ബൈബിൾ അടുത്തുണ്ടെങ്കിൽ നല്ലത്. സോ നമ്മള് ലാസ്റ്റ് ടൈം നമ്മള് ഈ 8-ാം അധ്യായം 15 വരെയാണ് ധ്യാനിച്ച് നിർത്തിയത്. ഇന്ന് 16 മുതൽ 16-ാം വചനം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങൾ നോക്കുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. The Spirit himself testifies and confirms together with our spirit that we are children of God എന്നാണ്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ പരിശുദ്ധാത്മാവ് തന്നെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സത്യത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ every child of God or every person who is born of God has this witness within himself. അതായത് ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഈ സാക്ഷ്യമുണ്ട്. സോ അതുകൊണ്ട് I never go to any believer and say to him that you are a child of God. സോ ഞാൻ ഒരു വ്യക്തിയുടെ ഇല്ലെങ്കിൽ വിശ്വാസിയുടെ അടുത്ത് പോയി നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ് എന്ന് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, the Holy Spirit must tell him that. അതായത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ആ വ്യക്തിയോട് ആ സാക്ഷ്യം ഇല്ലെങ്കിൽ ആ സത്യം പറയേണ്ടത്. So if the Holy Spirit doesn't tell you that you are a child of God, then there is no use of somebody coming or going to you with that assurance. So പരിശുദ്ധാത്മാവ് നമ്മളോട് ആ സാക്ഷ്യം നമ്മുടെ ഉള്ളിൽ പറയുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും എൻ്റെ അടുത്തോ നിങ്ങളുടെ അടുത്തോ ഇല്ലെങ്കിൽ നമ്മൾ പോയി മറ്റുള്ളവരുടെ അടുത്തോ ഈ സാക്ഷ്യം പറയുന്നത്, അതായത് നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യം. സോ അങ്ങനെ ഞാൻ പറയുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് പറയുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല. ആക്ച്വലി ഈ സാക്ഷ്യം പറയേണ്ടത് പരിശുദ്ധാത്മാവാണ്. സോ അച്ഛന്മാരോ ഇല്ലെങ്കിൽ തിരുമേനിമാരോ ഇടവക ജനങ്ങളോ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് പ്രയോജനമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാക്ഷിയാണ് ഈ വിഷയത്തിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവോട് പറയുന്ന സാക്ഷ്യമുണ്ടല്ലോ, അത് ഏറ്റവും മികച്ച സാക്ഷിയാണ് ഈ ലോകത്ത്. അതിനെക്കാട്ടിലും വലിയ സാക്ഷി ഇല്ല, അതിനെക്കാട്ടിലും വലിയ സാക്ഷി നമുക്ക് ആവശ്യമില്ല. സോ അതുകൊണ്ട് ഈ സാക്ഷിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. സോ യു നീഡ് ടു ഗെറ്റ് ദിസ് അഷ്യൂറൻസ് ഫ്രം ഗാഡ് ടു ദി ഹോളി സ്പിരിറ്റ്. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൽ നിന്ന് ഈ ഒരു ഉറപ്പ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാക്ഷി എനിക്കും നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ലഭിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. So the Spirit bears witness with our spirit saying
that we are children of God. സോ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മുടെ ആത്മാവോട് കൂടെ പറയുന്ന സാക്ഷ്യം, വഹിക്കുന്ന സാക്ഷ്യവും അത് ഏറ്റവും നല്ല. സോ എന്നാൽ ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ഹൗ ഡു ഐ നോ ദാറ്റ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്? ഞാൻ ഒരു ദൈവത്തിന്റെ മകനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? സോ എങ്ങനെ അറിയാം ഞാൻ ദൈവത്തിന്റെ മകളാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സോ ഇസ് ഇറ്റ് ബിക്കോസ് ദ ബൈബിൾ സേസ് സോ? ബൈബിൾ അങ്ങനെ പറയുന്നത് കൊണ്ടാണോ, നമ്മൾ ബൈബിൾ വായിച്ചത് കൊണ്ടാണോ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുന്നത് ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ് എന്ന് പറയാൻ കാരണം? So you read the scripture. When you read the scripture, you get faith. ഇപ്പൊ നമ്മൾ ബൈബിൾ വായിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? സോ നമ്മൾ ബൈബിൾ വായിക്കുന്നത് കൊണ്ട്, തിരുവെഴുത്ത് വായിക്കുമ്പോൾ എല്ലാം എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത് വിശ്വാസമാണ്. സോ എത്രമാത്രം മനസ്സിലാക്കിയിട്ട് തിരുവെഴുത്തുകളെ ഇല്ലെങ്കിൽ ബൈബിൾ വചനത്തെ നമ്മൾ ധ്യാനിക്കുന്നുണ്ടോ അത്രമാത്രം വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരും. സോ അതുകൊണ്ടാണ് റോമർ 10:17 പറയുന്നത്, റോമർ 10:17, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന്. Consequently, faith comes from hearing the message, and the message is heard through the word of Christ. ഇപ്പൊ ക്രിസ്തുവിന്റെ വചനത്താൽ വിശ്വാസം വരും. ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിശ്വാസമാണ്. So word of God says that you are a child of God and you believe that. It's okay. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും, നമ്മളോട് പറയും നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. അത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു. സോ അത് ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത കാര്യമാണ്. സോ എന്നാൽ അതിനു പുറമെ, ബൈബിൾ പറയുന്നതിന് പുറമെ, അതിനപ്പുറമായിട്ട് നിങ്ങളുടെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഒരു ദൈവത്തിന്റെ മകനാണെന്നും നിങ്ങൾ ദൈവത്തിന്റെ മകളാണെന്നും സാക്ഷ്യം പറയുന്നു. In addition to what Bible says, so it is the Holy Spirit within your spirit telling you that you are a child. So Bible വായിക്കുന്നതിൽ കൂടി എനിക്ക് വിശ്വാസം ലഭിക്കുന്നു. ആ വിശ്വാസം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനും പറയുന്നു. അത് ഓക്കെ. അതിനുപരിയായിട്ട് എന്റെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവ് ഞാൻ ഒരു ദൈവത്തിന്റെ മകനാണെന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. And that is the experience of every true born again child of God. അതായത് ദൈവത്താൽ യഥാർത്ഥമായിട്ട് വീണ്ടും ജനിച്ച ഓരോ വ്യക്തിയുടെയും അനുഭവം അതായിരിക്കണം. കാരണം മനുഷ്യരുടെ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ട്, ഇന്ന് ദൈവത്തിന്റെ മകനാണ്, നല്ലവരാണ് എന്ന് പറയും, നാളെ അവർ തന്നെ മോശക്കാരാണെന്ന്. സോ we should not depend upon human beings' witness or testimonies. So we should have the testimony of the Holy Spirit. So അങ്ങനെയുള്ള ദൈവ പൈതൽ, അങ്ങനെയുള്ള വീണ്ടും ജനിച്ച രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ, ആ ദൈവ പൈതലിന്റെ ഉള്ളിൽ തന്നെ ഒരു സാക്ഷ്യമുണ്ട്. He has the witness within himself. So അതിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കും. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? സോ we have the external witness of the word of God.
which says that I am a child of. അപ്പൊ നമുക്ക് എക്സ്റ്റേണൽ വിറ്റ്നസ് ഉണ്ട്, ഇന്റേണൽ വിറ്റ്നസ് ഉണ്ട്. അപ്പൊ എക്സ്റ്റേണൽ വിറ്റ്നസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം നാം ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നത് അത് ബാഹ്യമായ ഒരു സാക്ഷ്യമാണ്. ദൈവവചനത്തിന്റെ എക്സ്റ്റേണൽ വിറ്റ്നസ് ആണ് നമുക്കുള്ളത്. എന്നാൽ we have the internal witness within oneself. That is witness of the Holy Spirit, which says that I am a child of God. നമുക്കൊരു ആന്തരികമായിട്ടുള്ള സാക്ഷ്യമുണ്ട്, ബാഹ്യമായിട്ടുള്ള ഒരു സാക്ഷ്യം ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ്. സോ ആന്തരികമായിട്ടുള്ള ഒരു സാക്ഷ്യം നമുക്കുണ്ട്, നമ്മിൽ തന്നെയാണ് ആ ഉള്ളത്. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ് എന്ന് പറയുന്ന ഒരു സാക്ഷിയാണ്. സോ ഈ സാക്ഷി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡു യു ഹാവ് ദാറ്റ് വിറ്റ്നസ്? സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സാക്ഷി ഉണ്ടോ? സോ കാരണം God wants you to have that witness. നിങ്ങളുടെ ജീവിതത്തിൽ ആ സാക്ഷി ഉണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. So that is why the Father God has put His Spirit within us. അതുകൊണ്ടാണ് പിതാവായ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. സോ അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ ആത്മാവിന്റെ സാക്ഷ്യം വളരെ വലുതാണ്. ആ സാക്ഷ്യം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്താൽ ജനിച്ചിരിക്കണം. ദൈവത്താൽ ജനിച്ചിരിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അങ്ങനെ ജനിച്ചിരിക്കുന്നവർക്കുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വിറ്റ്നസ് ദൈവത്തിന്റെ വചനമാണ്. ഇന്റേണൽ വിറ്റ്നസ് അകമയുള്ള ഒരു സാക്ഷ്യം പരിശുദ്ധാത്മാവ്. സോ നമ്മൾ 17-ാം വചനത്തിലേക്ക് വരുമ്പോൾ 17-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്ന ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ എന്നാണ്. And if we children, heirs also, heirs of God and fellow heirs with Christ, if indeed we share in His suffering, so that we may also share in His glory എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞത്. എന്നാൽ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഈ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2 കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ എന്നാണ്. And if children, then heirs of God and joint heirs with Christ. രണ്ടാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഈ വചനത്തിൽ പറയുന്നത് നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്നാണ്. അതായത് if indeed we suffer with him, that we may also be glorified together എന്ന്. So ഇവിടെ if you are a child, then you are also an heir. നിങ്ങൾ ദൈവത്തിന്റെ ഒരു മകനാകുന്നു മകളാകുന്നു എങ്കിൽ നിങ്ങൾ ഒരു അവകാശിയാണ്. Heirs means the legal inheritor, legal successor. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതായത് a child that born to the king is the legal heir to the king's throne and all king's wealth. ഒരു രാജാവിന്
ജനിക്കുന്ന മകനുണ്ടല്ലോ, ആ മകനാണ് യഥാർത്ഥമായിട്ട് രാജാവിന്റെ സിംഹാസനത്തിന്റെയും രാജാവിന്റെ എല്ലാ സമ്പത്തിന്റെയും നിയമപരമായിട്ടുള്ള ഒരു അവകാശി എന്ന്. സോ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസും പറയുന്ന ഒരു സത്യം. വി ആർ heirs of God ആൻഡ് ഫെലോ heirs with Christ. നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ സഹ അവകാശികളുമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. സോ ഇത് വളരെ നമ്മുടെ ഒരു സ്റ്റേറ്റസിനെ തന്നെ ഉയർത്തുന്ന ഒരു സത്യമാണ്. നമ്മുടെ ഐഡന്റിറ്റിയെ തന്നെ മാറ്റുന്ന ഒരു സത്യമാണ്. അപ്പൊ ഇത് ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. പിതാവായ ദൈവം ക്രിസ്തുവിനെ ഈ ലോകത്തിൽ അയച്ചതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ സുവിശേഷം എങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥയെ മാറ്റുന്നു, അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയെ ഉയർത്തുന്നു, ആ സ്റ്റേറ്റസിനെ മാറ്റുന്നു, ഐഡന്റിറ്റിയെ മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കൂടി കാണുവാൻ സാധിക്കും. ആക്ച്വലി ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ് ആൻഡ് ഐ ആം a fellow heir with ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, ലീഗൽ അവകാശിയാണ് യേശു ക്രിസ്തു. എന്നാൽ ഈ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനും ഞാനും നിങ്ങളും കൂട്ടവകാശികൾ. എന്താണ് നമ്മൾ ഇതിൽ കൂടി മനസ്സിലാക്കേണ്ടത്? സോ യേശു ക്രിസ്തുവിൽ നമ്മൾ കൂട്ടവകാശികളാണെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനും എനിക്കും ഉള്ളത് ഒരേ പിതാവാണ്. ഇപ്പൊ ഒരേ പിതാവിന്റെ മക്കളാണ് ഞാനും നിങ്ങളും യേശു ക്രിസ്തു. ഇപ്പൊ യേശുവിനും നമുക്ക് ഒരേ പിതാവ് ഉണ്ടെങ്കിൽ അവ യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ എൽഡർ ബ്രദറാണ്, എൽഡർ ബ്രദർ. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 8:29 പറയുന്നത്. 8:29 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു എന്നാണ്. For those whom he foreknew, he also predestined to be conformed to the image of his son, so that he would be the firstborn among many believers. സോ എന്താണ് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കേണ്ടത്? അവൻ മുൻ അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്. ആദ്യജാതൻ, ആദ്യജാതൻ എന്ന് പറയുമ്പോൾ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഏകജാതൻ എന്നാണ്, ഏകജാതനായ പുത്രനെ. എന്നാൽ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ആദ്യജാതൻ എന്ന്. അപ്പൊ ഏകജാതനായ പുത്രൻ ആദ്യജാതനായിട്ട് മാറിയതാണ് സുവിശേഷം എന്ന് പറയും. അപ്പൊ ഏകജാതനായിരുന്നു, പിതാവിനെ ഏകപുത്രനായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഈ ലോകത്തിൽ വന്നതുകൊണ്ട്, മനുഷ്യനായി തീർന്നത് കൊണ്ട്, ഇപ്പോൾ ഇവിടെ പറയുന്ന തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ, യേശുക്രിസ്തുവിന് അനേക സഹോദരന്മാരുണ്ട് എന്നാണ്. അങ്ങനെ പിതാവിനെ ഏകജാതനായ പുത്രൻ മാത്രമല്ല, അനേക പുത്രന്മാരുണ്ട്, പുത്രിമാരുണ്ട് എന്നാണ്. സോ ആ രീതിയിൽ നോക്കിയാൽ now I can be a fellow heir with him.
യേശു ക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനും ജ്യേഷ്ഠ സഹോദരനും ആയതുകൊണ്ട് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരും സഹോദരിമാരും ആയതുകൊണ്ട് നമ്മൾ ആ ദേഹത്തോടു കൂടെ കൂട്ടവകാശികളായിരിക്കും. സോ പാപികളായ നമുക്ക് കിട്ടിയ അനുഗ്രഹം ഒന്ന് ഓർക്കണം. സോ ഈ ലോകത്തിൽ ഇല്ലെങ്കിൽ ഭൂലോകത്തിൽ ഇതിനെ ചിലപ്പോൾ ആരും മൈൻഡ് ചെയ്യത്തില്ലായിരിക്കും. കാരണം ഇതിന്റെ ഒരു ഗ്രേറ്റ്നെസ് അവർക്ക് മനസ്സിലാക്കാനുള്ള ആത്മീകമായിട്ടുള്ള വിവരം, ഇതിന്റെ വാസ്റ്റ്നെസ് കാണാനുള്ള ഒരു ആത്മീകമായിട്ടുള്ള കണ്ണ് ഇല്ലാതെ കൊണ്ടായിരിക്കും. എന്നാൽ ഇറ്റർണൽ കിങ്ഡം ഉണ്ട്, ദൈവത്തിന്റെ രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ ഇത് വളരെ റിയൽ ആണ്, റിയാലിറ്റിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അനുഗ്രഹം, ഈ ഒരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ, എത്ര വലുതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് വളരെ 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 പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. സോ ബൈബിളിൽ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. There are so many promises in the Bible. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് 2 കാറ്റഗറി പ്രോമിസസ് ഉണ്ട്, ബ്ലെസ്സിങ്സ് ഉണ്ട്. സം പ്രോമിസസ് ആർ കണ്ടീഷണൽ. ചില അനുഗ്രഹങ്ങൾ, ചില വാഗ്ദാനങ്ങൾ കണ്ടീഷണൽ ആണ്. എന്നാൽ സം പ്രോമിസസ് ആർ അൺകണ്ടീഷണൽ. ചില വാഗ്ദാനങ്ങൾ, ചില ബ്ലെസ്സിങ്സ് നോക്കിയാൽ അത് ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ്. സോ ഈ അൺകണ്ടീഷണൽ ബ്ലെസ്സിങ്സ് ഏതൊക്കെയാണ്, ഈ അൺകണ്ടീഷണൽ പ്രോമിസസ് ഏതൊക്കെയാണ് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ, സോ ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ. സോ ഈസ് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് often were unconditional. അതിന് യാതൊരു കണ്ടീഷനും ഇല്ല. ഉദാഹരണമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 45-ാം വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് പറയുന്നത്. See, these are all unconditional blessings. അതിൽ യാതൊരു കണ്ടീഷനും ഇല്ല. സോ ഇത് എല്ലാവർക്കും ഉള്ളത്, കോമൺ ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും അനുഭവിക്കാനുള്ളത്. എന്നാൽ ചില വാഗ്ദാനങ്ങൾ, ചില പ്രോമിസസ് കണ്ടീഷണൽ ആണ്. സോ certain promises are conditional. എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ forgiveness of sin. ഈ പാപമോചനമുണ്ടല്ലോ, അത് കണ്ടീഷണൽ ആണോ അൺകണ്ടീഷണൽ ആണ്? അത് ഒരു വാഗ്ദാനമാണ്, അതൊരു ബ്ലെസ്സിങ് ആണ്. എന്നാൽ for forgiveness of our sins we need to repent and believe in him. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ നമ്മൾ അനുദപിക്കണം, ക്രിസ്തുവിൽ, ദൈവത്തിങ്കൽ നമ്മൾ വിശ്വസിക്കണം. കണ്ടീഷണൽ ആണ്. സോ സിൻസ് ഓഫ് പീപ്പിൾ ആർ നോട്ട് ഓട്ടോമാറ്റിക്കലി forgiven just because Jesus died on the cross. സോ ഏത് മനുഷ്യന്റെയും, ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മനുഷ്യന്റെയും പാപം സ്വയമായിട്ട് ക്ഷമിക്കപ്പെടുന്നില്ല. സോ യേശു ക്രിസ്തു മരിച്ചത് കൊണ്ട് മാത്രം മനുഷ്യരുടെ പാപങ്ങൾ സ്വയമേവ ക്ഷമിക്കപ്പെടുന്നില്ല. സോ യേശു ക്രിസ്തു മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തോ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെ പാപങ്ങളും മോചിക്കപ്പെട്ടിട്ടുണ്ടോ? മോചിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ദർ ഈസ് എ കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ, സോ ദേ ഹാവ് ടു റിപ്പന്റ് ആൻഡ് ദേ ഹാവ് ടു ബിലീവ്. അവർ പശ്ചാത്തപിക്കണം, പിന്നെ വിശ്വസിക്കുകയും വേണം. അങ്ങനെ പശ്ചാത്തപിക്കുമ്പോൾ, അവർ വിശ്വസിക്കുമ്പോഴാണ് പാപമോചനം ലഭിക്കുന്നത്.
എന്നാൽ ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ചില മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അൺകണ്ടീഷണൽ ആണ്. ബട്ട് ഫോർഗിവ്നെസ് ഈസ് കണ്ടീഷണൽ. സോ അതിന് റിപ്പൻറ്റൻസ് ആൻഡ് ബിലീഫ്, ഫെയ്ത്ത് വളരെ 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 ആവശ്യം. അതില്ലാതെ നമുക്ക് മനസാന്തരമില്ലാതെ, വിശ്വാസമില്ലാതെ പാപമോചനം നേടാൻ ആർക്കും സാധിക്കില്ല. സോ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ബ്ലെസ്സിങ്ങിനെ കുറിച്ച്, ഇവിടെ ഒരു പ്രോമിസിനെ കുറിച്ചാണ് നമുക്ക് ഈ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. സോ എന്താണ്? ഇൻ ദ സെയിം വേ ഇറ്റ് ഈസ് ഹിയർ, heirs of God and fellow heirs with Christ ഉണ്ടല്ലോ, അത് കണ്ടീഷണൽ ബ്ലെസ്സിങ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും എന്ന് പറയുന്നത് അത് കണ്ടീഷണൽ ബ്ലെസ്സിങ് ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സോ ഈ കൂട്ടവകാശികൾ ആകണമെങ്കിൽ നമ്മൾ ദൈവത്താൽ ജനിച്ചിരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. എന്നാൽ ഈ 8:17 അപ്പോസ്തലനായ പൗലോസ് രണ്ടാമത്തെ കാര്യമായി പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടമനുഭവിച്ചാലത്രേ എന്നാണ് പറയുന്നത്. If indeed we suffer with him, that we may also be glorified together എന്നാണ്. അതായത് if we suffer with him in order that we may be glorified with him, നാം ക്രിസ്തുവിനോട് കൂടെ മഹത്വപ്പെടണമെങ്കിൽ, മഹത്വീകരിക്കപ്പെടണമെങ്കിൽ അവനോട് കൂടെ കഷ്ടം അനുഭവിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഈ 17 രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. If you are not willing to suffer with Christ, you can't be glorified with him. ക്രിസ്തുവിനോടൊപ്പം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കും അവനോടൊപ്പം മഹത്വപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. സോ അതുകൊണ്ട് suffering is the pathway to glory and heirship. കഷ്ടപ്പാട് എന്നുള്ളത് മഹത്വത്തിലേക്കും അവകാശത്തിലേക്കും ഉള്ള ഒരു വഴിയാണ് എന്ന് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ബീങ് an heir of God, sharing his throne is dependent on choosing to suffer with him now. അതായത് ദൈവത്തിന്റെ ഒരു അവകാശി എന്ന നിലയിൽ അവന്റെ സിംഹാസനം പങ്കിടുന്നത് ഇപ്പോൾ അവനോടൊപ്പം കഷ്ടപ്പെടാൻ തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് വാസ്തവം. സോ കഷ്ടപ്പാടില്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ ഇല്ല. കഷ്ടപ്പാടില്ലെങ്കിൽ സിംഹാസനം ഇല്ല. കഷ്ടപ്പാടില്ലെങ്കിൽ അവകാശിയും ഇല്ല. സോ അതുകൊണ്ടാണ് 2 തിമോത്തി 2-ാം അധ്യായം 12-ാം വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. മരിക്കുന്നവർ, യേശു ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്നവർ അവനോട് കൂടെ ജീവിക്കും. യേശു ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളെ സഹിക്കുന്നവർ അവന്റെ കൂടെ വാഴും എന്നാണ്. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. For if we died with him, we shall also live with him. If we endure the sufferings of Jesus Christ, we shall also reign with him എന്നാണ് വചനം പറയുന്നത്. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, in relation to the sufferings he says in verse 18, സോ അതായത് നമ്മൾ അപ്പോസ്തലനായ പൗലോസ്
ഈ വചനത്തിൽ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മിൽ, അതായത് 18-ാം വചനം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വചനം വായിക്കുമ്പോൾ, അതായത് ഈ 18-ാം വചനം അപ്പോസ്തലനായ പൗലോസ് കഷ്ടപ്പാടുമായി ബന്ധപ്പെട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ഇൻ റിലേഷൻ ടു വേഴ്സ് 17 ആണ്. എന്നാൽ ആ ഒരു കണക്ഷനിൽ കൂടി നമ്മൾ 18-ാം വചനം വായിക്കുമ്പോൾ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്നാണ്. For I consider that the sufferings of the present life are not worthy to be compared with the glory that is about to be revealed to us and in us. So നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഉണ്ട്. ആ തേജസ്സിനെ നമ്മൾ വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ് ഞാൻ എണ്ണുന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. I consider the sufferings of this present time not even worthy to the glory that is to be revealed in us എന്നാണ്. അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. We have seen many things about life in the Holy Spirit in the Romans chapter 8. റോമർ 8-ാം അധ്യായത്തിൽ നമ്മൾ ഇതുവരെ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെ കുറിച്ചാണ് നാം നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കിയത്. പരിശുദ്ധാത്മാവിന്റെ നിയമത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിനാൽ നാം ജഡത്തിന്റെ കാര്യങ്ങളെ മരിപ്പിക്കണം. അങ്ങനെ മരിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഈ 8-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിരവധി കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ ഒരു കാര്യത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അത് ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കാളികളാകുന്ന കാര്യമാണ്. അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, one of the things we see here now is that the Holy Spirit leads us into a life of suffering. The Holy Spirit, അതായത് ഇവിടെ കാണുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മെ കഷ്ടപ്പാടുകളുടെ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളതാണ്. The Holy Spirit leads us into the fellowship with Christ in his sufferings. പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളുടെ കൂട്ടായ്മയിലേക്ക് നമ്മെ നയിക്കും എന്നുള്ള സത്യത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതുവരെ പരിശുദ്ധാത്മാവിൽ കൂടി നമ്മൾ എങ്ങനെയാണ് പാപത്തെ ജയിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഇവിടെ എന്താണ് പറയുന്നത്? നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മെ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളുടെ കൂട്ടായ്മയിലേക്ക് നടത്തും, നയിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. So now lot of people don't like this. They think the Spirit leads us to prosperity, comfort and ease. എന്നാൽ ഈ സത്യമുണ്ടല്ലോ, ഇത് ചിലർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സത്യമാണ്, ഒരു കാര്യമാണ്, കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു സത്യമാണ്. പരിശുദ്ധാത്മാവ് കഷ്ടപ്പാടുകളുടെ കൂട്ടായ്മയിലേക്ക് നയിക്കും എന്ന് പറയുമ്പോൾ എത്ര പേർ ഇഷ്ടപ്പെടും?
പരിശുദ്ധാത്മാവ് നമ്മെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വാസത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സുഖത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹങ്ങളുടെ ഒരു അത് ഭൗതികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് നയിക്കും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം നൽകും. എന്നാൽ അങ്ങനെ പരിശുദ്ധാത്മാവ് നയിക്കുന്നവനാണെന്ന് നിങ്ങൾ ആരും കരുതരുത്. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്ന പലരും ഈ സുഖ ജീവിതമാണ് ജീവിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിക്കാനാണ് അവർ കൊതിക്കുന്നത്. വളരെ സുഖകരമായിട്ടുള്ള ഈ ലോകത്തിന്റെ സകല അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനാണ് അവർ കൊതിക്കുന്നത്. എന്നാൽ അത് വളരെ തെറ്റാണ്. അത് ഫാൾസ് ഗോസ്പലാണ്. അതൊരു സുവിശേഷമല്ല. അതൊരു ദുരുപദേശമാണ്. അത് വ്യാജ സുവിശേഷമാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിലും പല പള്ളികളിലും പല കൺവെൻഷനുകളിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അനുഗ്രഹങ്ങളുടെ സുഖത്തിന്റെ ഒരു ജീവിത ശൈലിയാണ്. അതുകൊണ്ടാണ് അനേക ക്രിസ്ത്യാനികൾ നിരാശയുടെ കുഴിയിൽ വീഴുന്നു. കാരണം ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ അവർ കേൾക്കുന്നു, എന്നാൽ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരെന്തോ നിരാശയിലാണ്, കുറ്റബോധത്തിലാണ്. ദൈവം എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്നില്ല, അവരെ മാത്രം അനുഗ്രഹിക്കുന്നു? അപ്പൊ എന്നിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള ഒരു കുറ്റബോധം, ഗിൽറ്റി ഫീലിംഗ്, പിന്നെ വിശ്വാസത്തിൽ ഒരു തകർച്ചയാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊണ്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം ഓർക്കണം, ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവ് അനുഗ്രഹങ്ങൾ മാത്രമല്ല കൊണ്ടുവരുന്നത്. ആ പരിശുദ്ധാത്മാവ് ആരിലുണ്ടോ ആ വ്യക്തിയെ ആ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളുടെ കൂട്ടായ്മയിലേക്കും നയിക്കും. എന്നാൽ നിങ്ങൾ ഒന്ന് ബൈബിൾ തുറക്കണം. ഈ അപ്പോസ്തല പ്രവർത്തികൾ 14 അധ്യായം 22 വചനം ഒന്ന് വായിച്ചാൽ, അപ്പോസ്തല പ്രവർത്തികൾ 14 അധ്യായം 22 വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? ഒന്ന് ശ്രദ്ധിക്കണേ. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്നാണ് പറയുന്നത്. അന്ന് അപ്പോസ്തലന്മാർ ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചതും ശിഷ്യന്മാരുടെ മനസ്സുകളെ അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചതും എങ്ങനെയുള്ള സത്യത്തിൽ കൂടിയാണ്? അവർ പറയുന്നു, നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നാണ്. ആരാണ് പറയുന്നത്? അപ്പോസ്തലന്മാരാണ് പറയുന്നത്. ഇന്നത്തെ അപ്പോസ്തലന്മാർ എന്താണ് പറയുന്നത്? യേശുവിൽ വിശ്വസിക്കുന്നത് തന്നെ സുഖജീവിതത്തിന് വേണ്ടി, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് തന്നെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവർ അവരുടെ കർത്താവിന്റെ കഷ്ടപ്പാടുകളിലും പങ്കാളികൾ ആയി ഈ ലോകത്തിൽ യാത്ര ചെയ്യണമെന്ന് ആർ പഠിപ്പിക്കുന്നുണ്ട്? എല്ലാം പ്രോസ്പെറിറ്റി ഗോസ്പൽ. ഈ 14:25 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്ന് വായിച്ചാൽ, strengthening and establishing the hearts of the disciples. See,
അവരെങ്ങനെയാണ് ശിഷ്യന്മാരെ സ്ട്രെങ്തൻ ചെയ്തത്, അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തത്, അവരുടെ ഹാർട്ടുകളെ, അവരുടെ ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തിയത്? Encouraging them to remain firm in the faith, saying, it is through many tribulations and hardships that we must enter the kingdom of God. ഇന്ന് ആര് പറയുന്നുണ്ട് എല്ലാം അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം? പരിശുദ്ധാത്മാവുള്ളവർ, അന്യഭാഷ ഉള്ളവർ, രോഗസൗഖ്യമുള്ളവരെല്ലാം അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. They are deceiving the believers. അവർക്കൊന്നും അറിയത്തില്ല. അതെല്ലാം ഇവർ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നു. നിങ്ങൾ രണ്ടാമതായിട്ട് ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 3-4 വചനങ്ങൾ വായിച്ചാൽ അവിടെ എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 3-4 വചനം. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുൻപ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. ആ വണ്ണം തന്നെ അനുഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. മുൻകൂട്ടി അപ്പോസ്തലന്മാർ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത്. ആരാണ്? യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാണ്, യേശു ക്രിസ്തുവിനെ കണ്ടവനാണ്, യേശു ക്രിസ്തുവിനെ അനുഭവിച്ചവനാണ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ്, മരിച്ചവരെ ഉയർപ്പിച്ച വ്യക്തിയാണ് പറയുന്നത് കഷ്ടം അനുഭവിക്കേണ്ടി വരും. അവിടെ ആദ്യ ഭാഗം നമ്മൾ വായിച്ചാൽ പറയുന്ന കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ that no one should be shaken by these afflictions. See, no one should be shaken by these afflictions because for you yourselves know that we are appointed to these afflictions. For in fact, we told you before when we were with you that we would suffer tribulation just as it happened and you know. എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അത് സെയിം സത്യമാണ് ഈ 18-ാം വചനത്തിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പരിശുദ്ധാത്മാവ് പാപത്തെ ജയിക്കാൻ മാത്രം സഹായിക്കുന്നവനല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ സാക്ഷ്യം പറയുന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് വീണ്ടെടുപ്പ് നൽകുന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അവൻ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കാളിയാകുവാൻ നമ്മെ നയിക്കും. അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തി 3-ാം അധ്യായം 2 തിമോത്തി 3-ാം അധ്യായം 12-13 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, എന്നാൽ യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് പറയുന്ന സത്യം, ഇന്ന് പറയുന്ന സുവിശേഷം എന്താണ് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് എല്ലാ സുഖവും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും എന്നാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്നാണ്. 13-ാം വചനത്തിൽ പറയുന്ന ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ദുഷ്ടന്മാർ കുഴപ്പമില്ല, ദുഷ്ടന്മാർ സുഖമായിരിക്കും. കാരണം അവർ മായാവികളാണ്, അവർ വഞ്ചിക്കുന്നവരാണ്, അവർ വഞ്ചിക്കപ്പെടുന്നവരാണ്, അവരുടെ ജീവിതം വേറെ. എന്നാൽ യേശു ക്രിസ്തുവിൽ
ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും, ഉറപ്പാണ്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ അവൻ അതിശയിക്കും. എന്റെ ജീവിതത്തിൽ എന്തിനാ ഉപദ്രവം ഉണ്ടായത്? ഞാൻ ഭക്തിയുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണെന്ന് അവൻ അതിശയിക്കും. കാരണം അവർ വിചാരിക്കരുത് യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളെ ഉള്ളൂ. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, yes, and all who desire to live godly in Christ Jesus will suffer persecution. But evil men and impostors will grow worse and worse, deceiving and being deceived enough. So അതുകൊണ്ട് നമ്മൾ ഈ 18-ാം വചനത്തിൽ 8-ാം അധ്യായത്തിന്റെ 18, റോമർ 8:18 നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. So Romans chapter 8 very clearly Paul speaks about the victory over sin, and it also speaks about the sufferings. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വളരെ വ്യക്തമായി പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിലൂടെ പാപത്തിന്മേൽ നമുക്ക് നേടുന്ന ജയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ പാപം നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ള ഒരു സത്യമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളുടെ കൂട്ടായ്മയിലേക്ക് നടത്തും എന്നുള്ളത്. And that is why we see God's people are led through sufferings, just like their forerunner Jesus Christ himself went through sufferings. So ദൈവത്തിൽ യഥാർത്ഥമായി സത്യസന്ധമായി വിശ്വസിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ, അവരുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയോ അതുപോലെ അവരും കടന്നു പോകും എന്നാണ് ഇവിടെ പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1-ാം വചനം വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് യേശുവിനെ എങ്ങോട്ടാണ് നടത്തിയത്? മരുഭൂമിയിലേക്കാണ് നടത്തിയത്. Jesus was led by the Holy Spirit into the wilderness. കണ്ടോ, യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് കൊട്ടാരത്തിലേക്കല്ല നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് യേശുവിനെ മെട്രോപൊളിറ്റൻ സിറ്റീസിലേക്കല്ല. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്കാണ്. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത്? പരിശുദ്ധാത്മാവ് നടത്തിയത് യേശു ക്രിസ്തു പിശാചിന പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി. ആക്ച്വലി പരിശുദ്ധാത്മാവ് പിശാചിന്റെ പരീക്ഷയിൽ നിന്ന് രക്ഷിക്കണം. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് തന്നെ യേശു ക്രിസ്തുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് നടത്തുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ അനുവദിച്ച, പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് നടത്തിയ പരിശുദ്ധാത്മാവ് എന്നെ എങ്ങനെ നടത്തും? സോ അത് ഓരോ ദൈവ പൈതലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു,
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ സത്യം പറഞ്ഞുകൊണ്ടാണ് ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചത്, അവരെ എൻകറേജ് ചെയ്തത്. സോ ഇന്ന് ഞാനും നിങ്ങളോടും അത് തന്നെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് അനേക അനുഗ്രഹങ്ങൾ ലഭിക്കും, അനേക വിടുതൽ ലഭിക്കും, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും, ആത്മീകമായിട്ടുള്ള ഒരു പുതിയ പുതിയ എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ പോകും, നിങ്ങളെ നടത്തും. അതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടിന്റെ കൂട്ടായ്മയിലേക്ക് നടത്തും. അത് മറന്നു പോകല്ലേ. അങ്ങനെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രോബ്ലംസ് വരുമ്പോൾ, സഫറിങ്സ് വരുമ്പോൾ നിങ്ങൾ ധൈര്യപ്പെടുവീൻ. നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുന്നത് കൊണ്ട്, എല്ലാ ആഴ്ച പള്ളിയിൽ പോയി കുർബാന കൊള്ളുന്നത് കൊണ്ട് എനിക്കെന്തിനാ ഈ കുരിശ്, എനിക്കെന്തിനാ ഈ സഫറിങ്, എനിക്കെന്തിനാ ഈ പ്രയാസം, എനിക്കെന്തിനാ ഈ ബുദ്ധിമുട്ട്. ഓർക്കണം, പരിശുദ്ധാത്മാവ് നല്ല ഉദ്ദേശത്തോടെ നമ്മെ ശരിക്കും ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സാരൂപ്യമുള്ളവർ ആക്കുവാൻ, ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിലേക്ക് നയിക്കും, നടത്തും എന്നുള്ളത് മറന്നുപോകും. എന്നാൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദ ഹോൾ ടെസ്റ്റമെന്റ്. എന്നാൽ പഴയ നിയമത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇൻ ദ ഹോൾ ടെസ്റ്റമെന്റ് God's people were promised prosperity, wealth, lands, houses, and prosperity in business, so many other blessings and other promises. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് അഭിവൃദ്ധി, സമ്പത്ത്, ഭൂമി, വീടുകൾ, വ്യാപാരങ്ങളിൽ ഒരു അഭിവൃദ്ധി, കൃഷിയിൽ അനുഗ്രഹം, ആടുമാടുകളുടെ അനുഗ്രഹം, മഴയുടെ അനുഗ്രഹം, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെയാണ്, വാഗ്ദാനങ്ങളെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. These are all earthly blessings that they got through Moses because they were the disciples of Moses. അതായത് ഇതെല്ലാം ഭൂസംബന്ധമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് മോശയിൽ കൂടി അവർക്ക് ലഭിച്ചത്. അവരെല്ലാം ഇസ്രായേൽ മക്കൾ മോശയുടെ ശിഷ്യന്മാരായിരുന്നു. എന്നാൽ in the New Testament we are told that we are to suffer along with Jesus Christ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കാളികൾ ആകണം എന്നാണ് പറയുന്നത്. കാരണം ക്രിസ്തു ആണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാണ്, ഭൂസംബന്ധമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. മോശയിൽ കൂടി ഇസ്രായേൽ മക്കളെ വിളിച്ചത് കാനാൻ ദേശം സ്വന്തമാക്കാനാണ്. എന്നാൽ പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തെ സ്വന്തമാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ കാനാൻ ദേശത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവരാജ്യത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ട് ഈ കഷ്ടപ്പാടുകളെ കണ്ടിട്ട് വിഷമിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. So he says that this is not something to be troubled about. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, all the sufferings we ever face in the world is a drop in the ocean compared to the glory that we are going to have. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വമുണ്ടല്ലോ, ആ മഹത്വവുമായി
നമ്മൾ ഈ ഒരു സഫറിങ്, ഈ കഷ്ടപ്പാടുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ, ലോകത്ത് നാം നേരിടുന്ന അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും സമുദ്രത്തിലെ ഒരു തുള്ളി പോലെയാണ്, തുള്ളി മാത്രമാണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സഫറിങ്സ് ഒന്നുമല്ല നാം നേരിടാൻ പോകുന്ന, നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ആ ഗ്ലോറിയസ് എക്സ്പീരിയൻസ് ഉണ്ട്, അതിനോട് കമ്പയർ ചെയ്യും. സോ അതാണ് നമ്മുടെ ഹോപ്പ്. സോ തിങ്ക് ഓഫ് ദ ഗ്ലോറി ദാറ്റ് യു ആർ ഗോയിങ് ടു റിസീവ്. സോ ആൻഡ് ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദ സഫറിങ്സ്. സോ അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച്, ഇല്ലെങ്കിൽ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, പ്രത്യാശ വെക്കണം. സോ അതിന് ഓർത്ത് ഈ ലോകത്തിന്റെ കഷ്ടപ്പാടുകളിൽ നമ്മൾ വിശ്വസ്തത പുലർത്തണം. ക്രിസ്തുവിൽ നമ്മൾ എപ്പോഴും ഉള്ളവരായിരിക്കണം എന്നാണ്. സോ സമയമായതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാവുന്നതാണ്.